ഹലോ വെൽക്കം ബാക്ക് ടു എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു തട്ടുകട സ്പെഷ്യൽ കപ്പയും ബീഫും മിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നോക്കൊരു ഈവനിങ്ങിലൊക്കെ അടിപൊളി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എനിക്ക് ചിക്കനേക്കാളും ഫേവറേറ്റ് ബീഫാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിന് വേണ്ടു. എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇത് കാണിക്കുന്നത്. ചെറിയുള്ളി വേണം അത്യാവശ്യം, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ നമുക്ക് നോർമൽ ചിക്കനിൽ ഇടുന്ന മസാലകൾ വേണം. പിന്നെ കിഴങ്ങും ബോൺലെസ് ആയിട്ടുള്ള ബീഫാണെങ്കിൽ അങ്ങനെ. പക്ഷേ കൊട്ടോട് കൂടിയിട്ടുള്ളതാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റ്ഫുള്ളായിട്ട് തോന്നാറുണ്ട്. ഞാൻ കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് കൊട്ട് മാത്രം. അപ്പം പിന്നെ അത് കടിച്ച് വിളിച്ച് അതിൽ സത്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം മസാലകൾ എന്ന് പറയുമ്പോൾ നോർമൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മീറ്റ് മസാല ഇടാം, ചിക്കൻ മസാല ഇടാം. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തത് പെരിഞ്ജീരകം, പൊടിക്കാത്ത കുരുമുളക്, ഇതാണ് മെയിനായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാധനം. അപ്പം നമ്മളിത് ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും വെളിച്ചെണ്ണയിൽ വാട്ടാൻ വെക്കുന്നതിന് മുമ്പ് മസാലയൊന്ന് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഞാൻ സിമ്പിളായിട്ട്, ലോങ് വീഡിയോ അല്ല, ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വെളിച്ചെണ്ണ നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പറയാം, വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അപ്പം ടേസ്റ്റ് കൂടുതലായിരിക്കും. വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വാട്ടിയതിന് ശേഷം ചെറിയുള്ളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റാം. അതിനുശേഷം ഈ മൂപ്പിച്ച് വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ബീഫിൻ്റെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ഒന്ന് വിസിൽ അടിക്കണം. ബീഫൊക്കെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒരു 8 വിസിലോളം ബീഫ് വേവാൻ വേണം. അപ്പോൾ ഒരു 6ാമത്തെ വിസിലിൽ ഇത് ഓഫ് ചെയ്യണം. അപ്പോൾ അതിൽ നല്ല ഗ്രേവിയിൽ കിട്ടും ബീഫ്. പിന്നെ ഈ ബീഫിൻ്റെയൊക്കെ ഒരു നുള്ള നെയ്യ് കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ബീഫ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മല്ലിച്ചപ്പ് കുറച്ചിടാം. അതിന് ശേഷം നമുക്ക് ഇതേ സമയം തന്നെ കിഴങ്ങ് വെക്കാം. കിഴങ്ങിന് അത്യാവശ്യം ഒന്നുമില്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് കിഴങ്ങ് മുറിച്ച് വെച്ചാൽ അതിലേക്ക് ഒരു നുള്ള മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെക്കുകയേ വേണ്ടൂ. കിഴങ്ങ് ഒരു 3 വിസിൽ അടിക്കേണ്ടതാണ്. പക്ഷേ നമ്മളിവിടെ 2 വിസിലാണ് അടിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ചായ മസ്റ്റാണ്. ഇതാകുന്ന സമയത്ത് തന്നെ ഞാൻ ചായ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഈ ബീഫ് വെന്ത പകുതി കിഴങ്ങിലെ വെള്ളം ഊറ്റിയെടുക്കുക. അതിനുശേഷം ഈ ബീഫിൻ്റെ ഗ്രേവി അടക്കമുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു 6-7 വിസിൽ, ആ ഒരു രീതിയിൽ ബീഫിൻ്റെ പ്രായം അനുസരിച്ചിട്ടാണ് അതിൻ്റെ വിസിൽ വരിക. അപ്പോൾ പിന്നെ നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങ് അടക്കം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഒരു ഉപ്മാവിൻ്റെ പരുവത്തിലേക്ക് വറ്റിച്ചെടുക്കണം. അതിനുശേഷം കിഴങ്ങ് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല മിക്സ് റെഡിയായി. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് എന്താ, ഇത് സീക്രട്ട് ടിപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് നല്ല വറുത്തെടുക്കണം. അതിലേക്ക് കറിവേപ്പിലയും കായമുളകും വെളുത്തുള്ളിയും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് നല്ലോണം വറുത്ത്, നമ്മുടെ ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറിക്ക് ആക്കുന്ന പോലെ നന്നായി വറുത്തിട്ട് ഈ മിക്സ് ലാസ്റ്റ് തേക്കുക. അതുപോലെ തന്നെ ചെറിയുള്ളി, മല്ലിച്ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. അപ്പം വൈകുന്നേരം ചായക്കൊക്കെ ഒരു കിഡിൽ ഐറ്റമാണ്, ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹാപ്പി വീക്കെൻഡ്.